ഭാരതസഭയുടെ അനുഗ്രഹമായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് കോട്ടയം ഭരണങ്ങാനത്ത് ഭക്തിനിർഭരമായ തുടക്കം. ജൂലൈ 19 ഞായറാഴ്ച ആരംഭിച്ച ആഘോഷങ്ങൾ ജൂലൈ 28 ചൊവ്വാഴ്ച സമാപിക്കും. തിരുനാളിന്റെ ആദ്യ ദിനമായ ഇന്നലെ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ സാന്നിധ്യത്തിൽ കൊടിയേറ്റ് കർമ്മം നടന്നു. പാലാ രൂപതാ ബിഷപ്പ് എമിരറ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലിന്റെ മഹനീയ സാന്നിധ്യവും ചടങ്ങിലുണ്ടായിരുന്നു. തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും അർപ്പിച്ചു. ഭാരതസഭയുടെ അനുഗ്രഹമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ജൂലൈ 19 ഞായർ മുതൽ ജൂലൈ 28 ചൊവ്വ വരെ നടത്തപ്പെടുന്നു. കേരളത്തിലെ തന്നെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പാലാ ഭരണങ്ങാനത്തുള്ള വിശുദ്ധ അൽഫോൻസാമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് തിരുനാൾ നടത്തപ്പെടുന്നു. തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോസഫ് പെരുന്തോട്ടത്തിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും നടന്നു. ജനജാഗ്രത വളർത്തുന്നതിൽ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്ന പത്രങ്ങൾക്കും ചാനലുകൾക്കും ഇവിടെ ഈ സമൂഹം അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഇതൊരു നിയമ സമാധാന പ്രശ്നം മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെയും യുവജനങ്ങളെയും ഭാവി തലമുറയെയും ബാധിക്കുന്ന ഒരു സാമൂഹിക ക്യാൻസറാണ്. കേരള പോലീസ് മുൻകൈയെടുത്ത് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ, അതിൻ്റെ തുടർ പരിപാടിയായി ശക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തണ്ടർ നമുക്ക് ആത്മാഭിമാനം നൽകുന്നുണ്ട്. എന്നാൽ ഇത് പോലീസിൻ്റെയോ എക്സൈസ് വകുപ്പിൻ്റെയോ മാത്രം ഉത്തരവാദിത്വമായിട്ട് നമ്മൾ മാറ്റിക്കളയരുത്. സഭയും കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും പൊതു സമൂഹവും ഒരുമിച്ച് കൈകോർക്കുമ്പോഴാണ് മയക്ക് മരുന്നിനെ ഇവിടെ നിന്ന് മാറ്റിക്കളയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ തിരുനാൾ നമ്മോട് ആവശ്യപ്പെടുന്ന നിരവധിയായ കാര്യങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കലാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ വിശുദ്ധമായ കർമ്മത്തിലൂടെ നടത്തുന്നത്. നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മുന്തിരിച്ചെടിയും ശാഖകളും മുന്തിരിക്കുലയും പോലെയുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. ആ ബന്ധമില്ലെങ്കിൽ ഉണക്കക്കമ്പാണ് നമ്മൾ. ഉണക്കക്കമ്പിൻ്റെ അവസ്ഥ തീയാണ്. തീയ പ്രതീകാത്മകമായിട്ട് നരകമാണ്. സഭയുടെ വിശുദ്ധ പൈതൃകങ്ങളോട് ചേർന്ന് നിൽക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. മയക്കുമരുന്ന് വിമുക്തമായ ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ സമുദായങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് അവരുടെ കാർഷിക ഉന്നമനത്തിനു വേണ്ടി കൂടുതലായിട്ട് നമ്മൾ പ്രയത്നിക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്നു ചേർന്നാൽ നമുക്ക് ഈ ദേശം, ഈ പ്രദേശം, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി, പാലാ, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി, കോതമംഗലം, ഹൈറേഞ്ച് മുഴുവൻ, കുട്ടനാട് ഉൾപ്പെടെ എല്ലാം കർഷകരാണ്. സർക്കാർ അവരുടെ പൂർണ്ണമായ ഒരു ശേഷി സമ്പത്ത് ഈ കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി നൽകേണ്ടതാണ്. അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം നമുക്കതിനാവശ്യമാണ്. സഭയുടെ ലിറ്റർജിയുടെ പൂർണ്ണമായ ആഘോഷം അപ്പോഴാണ് ഈ അപ്പസ്തോലിക സഭ. കുട്ടികൾക്കായി പ്രത്യേക അൽഫോൻസിയൻ ശിശുദിന പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. തിരുനാൾ ദിവസങ്ങളിൽ ദിവസവും രാവിലെ 5:30, 6:45, 8:30, 10-നും ഉച്ചയ്ക്ക് 2:30-നും 3:30-നുമായിരിക്കും. വൈകിട്ട് 5 മണി, 7 മണി എന്നീ സമയങ്ങളിലും വിശുദ്ധ കുർബാന നടക്കും. കൂടാതെ പ്രത്യേക ദിവസങ്ങളിൽ ഹിന്ദി, ഇംഗ്ലീഷ് കുർബാനകളും ഉണ്ടായിരിക്കുന്നതാണ്. തിരുനാൾ ദിനങ്ങളിൽ തീർത്ഥാടകർക്ക് പ്രാർത്ഥനയ്ക്കായി കബറിട ദേവാലയം 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ദിവസവും വൈകിട്ട് ജപമാല പ്രദക്ഷിണവും മെഴുകുതിരി പ്രദക്ഷിണവും നൊവേനയും ഉണ്ടായിരിക്കും.
വിശുദ്ധ അൽഫോൺസാമയുടെ അനുഗ്രഹങ്ങൾ തേടി 10,000-കണക്കിന് തീർത്ഥാടകരാണ് ഭരണങ്ങാനത്തേക്ക് എത്തുന്നത്. റെക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, വികാരി ഫാദർ സക്രിയാസ് ആട്ടപ്പാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്.